+1 ക്ലാസ്സുകൾ തുടങ്ങി. +1 ടീച്ചേഴ്സ് വളരെ പതുക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല സബ്ജക്റ്റിൻ്റെയും ആദ്യ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് +1 ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ നാഫി, വെൽക്കം ടു എജ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നിങ്ങൾ പല കുട്ടികളും ഇപ്പോൾ ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പോലുള്ള സ്ട്രീം പഠിക്കുന്ന കുട്ടികൾ പലർക്കും ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവരുണ്ടാവും. വേറെ സ്കൂളിലേക്കും വേറെ കോഴ്സിലേക്കൊക്കെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അപ്പോൾ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വരുന്നത് ട്രാൻസ്ഫറോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോ പറയാനല്ല, +1 ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങൾ പറഞ്ഞതാണ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാം, +1 ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എന്താണ് SSLC എന്നൊരു ചെറിയ മലയിൽ നിന്ന് +1 എന്ന വലിയൊരു മലയിലേക്ക് എത്തിയ സമയമാണ്. ശരിക്കും SSLC നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പഠിക്കുന്നത്. SSLC ഒരു പിടി മണ്ണാണെങ്കിൽ +1 ഒരു ചാക്ക് മണല. അത്രയും വ്യത്യാസമുണ്ട്. അത് SSLC എന്ന് പറഞ്ഞാൽ ഒരു പിടി മണ്ണാണെങ്കിൽ +1 ഒരു ചാക്ക് മണല. അത്രത്തോളം അധികം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, +1 പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു SSLC കഴിഞ്ഞ് ഒരു +1 സ്കൂളിലെത്തി ഈ ട്രാൻസ്ഫർ സപ്ലിമെൻ്ററി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് വളരെ പതുക്കെ ഇപ്പം ക്ലാസ് കൊണ്ടുപോകുന്നുള്ളൂ. മൊത്തത്തിലൊരു സ്ലോ ഫേസാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് സ്പീഡാവാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ മനസ്സിലൊരാഗ്രഹം സെറ്റ് ചെയ്യണം. ഒന്നാമത്തത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ടഫ് ആവുന്ന സബ്ജക്റ്റ് ഏതും, ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൂടെ ഓടി എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് +1 ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടഫ് ആവുന്നത് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക? നിങ്ങൾ മനസ്സിലൊരു ആഗ്രഹം സെറ്റ് ചെയ്യണം. എന്താണ് ആഗ്രഹം? ഞാൻ +1 എത്തി, ഇനി +1 എനിക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ എനിക്ക് മികച്ചൊരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹം സെറ്റ് ചെയ്യുക, ഞാൻ +1 അടിപൊളിയായിട്ട് പഠിക്കണം. ആ +1 അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കണം, എനിക്ക് +1 അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് SSLC അല്ല +1 എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് +1 കുറച്ചധികം പഠിക്കാനുണ്ട്, അതാണ് സത്യം. നിങ്ങൾ ഞാൻ ടെൻഷൻ അടിപ്പിക്കാനോ പേടിപ്പിക്കാനോ പറയല്ല. SSLCയുടെ 4 ഇരട്ടി നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ട്. അപ്പോൾ +1 നിങ്ങൾ SSLCയിലെ പോലെ എല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി അവസാനം പഠിക്കുക എന്ന് വിചാരിച്ച മക്കളെ നിങ്ങൾ ഭയങ്കര നഷ്ടത്തിലേക്കാണ് പോവുക, വലിയൊരു നഷ്ടത്തിലേക്കാണ് പോവുക, വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ +1 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങളൊന്നും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത്. പല കുട്ടികളും എന്ത് ചെയ്യും, ഇപ്പോഴൊന്നും സീരിയസ്നെസ്സിലേക്ക് എത്താതെ അവസാനം മാർച്ചിലാണ് പബ്ലിക് എക്സാം വരും അല്ലേ. +1 പബ്ലിക് എക്സാം വരുന്ന സമയത്ത് കുട്ടികൾ ഒരു ഞെരിപിരി കൊള്ളാനുണ്ട്. അയ്യോ, എൻ്റെ കയ്യിൽ നോട്ടില്ല, എൻ്റെ കയ്യിൽ ക്ലാസ് ഇല്ല, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയില്ല, ഒന്നും അറിയാതെ ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ സാധിക്കാതെ +1 മാർക്ക് കുത്തനെ അങ്ങോട്ട് കുറയും. +1 മാർക്ക് കുറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനേയും എഫക്റ്റ് ചെയ്യും? +2 മാർക്കിനെയും എഫക്റ്റ് ചെയ്യും. കാരണം +1 +2 മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് +2 മാർക്ക് ഇടുക. അപ്പോൾ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താടാ? നിങ്ങൾ മാർച്ച് അവരെ കാത്തിക്കണോ? എന്തിനാണ് നിങ്ങൾ കാത്തിക്കുന്നത്? സമയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാട്ടോ. ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ അവർ ലൈഫ് ഈസ് ദ ടൈം ഫ്ലൈസ് എന്നാ പറയുക. സമയം ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കൂൾ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആഗ്രഹിച്ച സ്ട്രീമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ, നിങ്ങൾ ട്രാൻസ്ഫറിന് വെയിറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു കിടിലൻ സ്റ്റഡി ടൈം ടേബിൾ വേണം. ആ സ്റ്റഡി ടൈം ടേബിൾ വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ nafi.edu.pod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഞാൻ +1 വിദ്യാർത്ഥിയാണ്, എനിക്കൊരു സ്റ്റഡി ടൈം ടേബിൾ വേണമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ അയച്ചു തരാം. അതനുസരിച്ച് ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? +1 മികച്ച മാർക്ക് നേടാൻ പറ്റും. പിന്നെ ഈ സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നല്ല അടിപൊളി ക്ലാസ്സുകൾ വേണ്ടേ? ആ ക്ലാസ്സുകൾ നമ്മുടെ +1 സൂപ്പർ ബാച്ചിൽ, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും +1 സൂപ്പർ ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ +1 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, +1 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും +1 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, അതിനൊന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. nafi.edu.pod എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് +1 സൂപ്പർ ബാച്ചിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ nafi.edu.pod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മനസ്സിലൊരു ആഗ്രഹം സെറ്റ് ചെയ്യുക, ഞാൻ +1 ഫുൾ മാർക്ക് നേടും. നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുക, +1 ഞാൻ ഫുൾ മാർക്ക് നേടും. നിങ്ങൾ മാർച്ച് വരെ വെയിറ്റ് ചെയ്യരുത്. മാർച്ച് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട സമയം കൊണ്ടുപോയി നശിപ്പിക്കുകയാണ്. ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ് സമയം. ആ സമയം നശിപ്പിച്ചാൽ പിന്നെ നമുക്ക് +1 കിട്ടേണ്ട പല സാധനങ്ങളും കിട്ടിയെന്ന് വരില്ല. സോ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ സെറ്റാക്കുക, നന്നായിട്ട് പഠിക്കുക, എഫേർട്ട് ഇടുക, ഉഷാറാക്കുക.